സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. മൊബൈലുമായി രവീന്ദ്രൻ സിറ്റൗട്ടിലേക്ക് ചെന്ന് നിന്നു. സർ, തിരുവനന്തപുരത്ത് ഏത് സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്? അയാൾ ചോദിച്ചു. ശാസ്തമംഗലം. ഈ കുട്ടിയെക്കുറിച്ച് എന്താണ് സാറിന് അറിയാവുന്നത്? ഇവിടെ ഞാനൊരു പ്രൊഫഷണൽ സ്റ്റോറിലെ സെയിൽസ്മാനാണ്. ഈ കുട്ടി ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് പതിവായി സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഫോട്ടോയിൽ കാണുന്ന കുട്ടി തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഹൃദയമിടിപ്പ് കുതിച്ചുയരുന്നതിനിടയിൽ രവീന്ദ്രൻ ചോദിച്ചു. അതെ, എനിക്ക് യാതൊരു സംശയവുമില്ല. വെളുത്ത് കാണാനൊക്കെ നല്ല കുട്ടിയാ. വരുമ്പോഴൊക്കെ ചുരിദാറായിരുന്നു ഡ്രസ്. ചെട്ടിക്കുളങ്ങര അമ്മേ, നീ രക്ഷിച്ചു. രവീന്ദ്രൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്കാണോ അവൾ വരാറുള്ളത്, അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒറ്റയ്ക്കാ സാധാരണ വരുന്നത്. തിരിച്ച് ഓട്ടോയിലാ പോകുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റുമായിട്ടാണ് വരുന്നത്. അവൾ എവിടാ താമസമെന്ന് അറിയാമോ? അതൊന്നും പറഞ്ഞിട്ടില്ല. അത്ര ദൂരെയായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ ഓട്ടോയിൽ പോകുന്നേ. എന്തുവാ നിങ്ങളുടെ പേര്? മുകുന്ദൻ. ഷോപ്പിൻ്റെ പേര് വെറൈറ്റി പ്രൊഫഷൻസ്. ശാസ്തമംഗലത്ത് ജംഗ്ഷനിൽ തന്നാണോ? രവീന്ദ്രൻ ചോദിച്ചു. സ്റ്റേറ്റ് ബാങ്കിൻ്റെ എതിർവശത്തായിട്ട് വരും. എപ്പോൾ വന്നാൽ നിങ്ങളെ കാണാൻ പറ്റും? രാവിലെ 9 തുറക്കും. രാത്രി 8:30 വരെ ഇവിടെ കാണും. എൻ്റെ പേര് രവീന്ദ്രൻ എന്ന. ഹരിപ്പാട്ട് നിന്നാ വിളിക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ വരുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി സാറേ. കോൾ കട്ട് ചെയ്തിട്ട് അയാൾ തിരിഞ്ഞപ്പോൾ പിന്നിൽ പത്മിനി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ തിരുവനന്തപുരത്തുണ്ട്, അയാൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. ആരാ വിളിച്ചേ? അവിടുത്തെ ഒരു കടയിൽ സാധനം മേടിക്കാൻ അവൾ സ്ഥിരമായി ചെല്ലാറുണ്ട്. സെയിൽസ്മാനാ വിളിച്ചേ. അത് അവൾ തന്നെയാണോ എന്ന് ആർക്കറിയാം? രവീന്ദ്രൻ അവളെ തറപ്പിച്ചു നോക്കി. അത് അവളാണോ അല്ലയോ എന്ന് അന്വേഷിച്ചാലല്ലേ അറിയാൻ പറ്റൂ. പത്മിനി പിന്നെ ഒന്നും മിണ്ടിയില്ല. രവീന്ദ്രൻ ചെന്നപ്പോൾ കരുണൻ ഊണ് അവസാനിപ്പിച്ചിരുന്നില്ല. പത്രത്തിലെ പരസ്യം കണ്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചു. അയാൾ എന്തോ പറഞ്ഞു? ആകാംക്ഷയോടെ കരുണൻ ചോദിച്ചു. കേൾക്കാൻ വെമ്പി ജലജയിൽ നിന്നു. അറിഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ അവരോട് പറഞ്ഞു. ഇപ്പം തന്നെ ഞാനൊന്ന് പോവുക. നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവിടെ കുറച്ച് ദിവസം താമസിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുക. അവൾ ഇനി വരുമ്പോൾ കൈയോടെ പിടികൂടാമല്ലോ. അത് നേരാ. നമ്മൾ അവിടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാ. കരുണൻ യോജിച്ചു. നീ ചോറ് പാതിയുണ്ടതല്ലേ ഉള്ളൂ. രവി, ബാക്കി കൂടി കഴിക്ക്, ജലജ പറഞ്ഞു. മതിയമ്മേ, വിശപ്പില്ല. അയാൾ വേഗം മുറിയിലേക്ക് പോയി. സൂട്ട് കേസ് എടുത്ത് 4-5 ദിവസത്തേക്കുള്ള വസ്ത്രങ്ങൾ അതിൽ വെച്ചു. കാള പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കണോ? പിന്നിൽ നിന്ന് ചോദ്യം കേട്ടപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. മുറിയിലേക്ക് പത്മിനി കയറി വന്നു. ചേട്ടൻ തിരുവനന്തപുരത്ത് ചെന്ന് മുറിയെടുത്ത് താമസിക്കാൻ പോവുകയാണോ? എന്താ? ഒരാഴ്ചത്തേക്ക് അവൾ ആ കടയിൽ വന്നില്ലെങ്കിലോ? വരുന്നത് വരെ താമസിക്കും. വരുമ്പം അത് അവളല്ലെങ്കിലോ? അവളെ പോലെ ഛായയുള്ള വേറെ ആരെങ്കിലും പെണ്ണാണെങ്കിലോ? നീ ഇങ്ങനെ കരുനാക്ക് വളച്ചൊന്നും പറയാതെ പത്മിനി. രവീന്ദ്രന് ദേഷ്യം വന്നു. എൻ്റെ നാക്ക് കരുനാക്കല്ല. അവളെ പിടികൂടാൻ ചേട്ടന് അവിടെ ചെന്ന് തമ്പടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. വിളിച്ച ആളിനെ ചെന്ന് കണ്ട് അയാൾക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം അവൾ ഇനി വരുമ്പം സംശയം തോന്നാതെ കൂടുതൽ വിവരം ചോദിച്ചറിയാൻ. അല്ലെങ്കിൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാൻ. പത്മിനി പറയുന്നതിലും കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. വീട്ടുജോലിക്കാരിയാണെങ്കിലും ബുദ്ധിയുണ്ട്. അവളെ കണ്ടുപിടിച്ച് തന്നാൽ കുറച്ച് ക്യാഷ് കൊടുക്കാമെന്ന് അയാളോട് പറ. അയാൾ മൂളി. എന്നാലും 2-3 ദിവസം അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് രവീന്ദ്രൻ പോയത്. ഹോട്ടലിൽ റൂമെടുത്താൽ മതിയല്ലോ. കഴക്കൂട്ടം എത്തിയപ്പോൾ വൈകുന്നേരം 5 മണി. അയാൾ മുകുന്ദനെ ഒന്ന് വിളിച്ചു. ഞാൻ നേരത്തെ വിളിച്ച രവീന്ദ്രനാണ്. ഷോപ്പിലുണ്ടല്ലോ? ഉണ്ട് സാറേ, വന്നുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടം കഴിഞ്ഞു. 1 മണിക്കൂറിനകം ഞാൻ അവിടെ വരും. വെളിയിലേക്ക് ഇറങ്ങി വരാം. ഇവിടുള്ള വേറെ ആരും ഒന്നും അറിയണ്ട. ശരി മുകുന്ദ. അയാൾ ഫോൺ കട്ട് ചെയ്തു. മുകുന്ദൻ പറഞ്ഞതാണ് ശരി. ഇതൊക്കെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. വാർത്ത പരന്നാൽ അത് പലരും അറിയും. ചിലപ്പോൾ അവളുടെ ചെവിയിലും എത്തിയെന്നിരിക്കും. എന്നാലും അവൾ ഏത് വീട്ടിൽ ആരോടൊപ്പമാണ് താമസിക്കുന്നത്? സിറ്റിയിലേക്ക് കാർ ഓടിക്കുമ്പോൾ അതായിരുന്നു രവീന്ദ്രൻ്റെ ചിന്ത. തിരുവനന്തപുരവുമായി അവൾക്ക് യാതൊരു ബന്ധവുമില്ല. മുമ്പ് ആ സ്ഥലത്തേക്ക് പോയിട്ടുമില്ല. ചിലപ്പോൾ
അവളോടൊപ്പം പഠിച്ച ഏതെങ്കിലും കൂട്ടുകാരിയുടെ വീട്ടിൽ. PMG ജംഗ്ഷൻ കഴിഞ്ഞ് അയാൾ വെള്ളയമ്പലം റോഡിലേക്ക് കാർ തിരിച്ചു. അതുവഴി ശാസ്തമംഗലത്ത് പോകാനാണ് എളുപ്പം. വൈകുന്നേരം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നെങ്കിലും 6 മണി കഴിഞ്ഞപ്പോഴേക്ക് അയാൾ ശാസ്തമംഗലത്തെത്തി. ഇഴഞ്ഞിഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത്. അത് കാരണം സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ എതിർവശത്തുള്ള വെറൈറ്റി പ്രൊഫഷണൽ സ്റ്റോറും കണ്ടുപിടിക്കാൻ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാതെ അല്പദൂരം കൂടി രവീന്ദ്രൻ മുന്നോട്ട് പോകേണ്ടി വന്നു. കാറിൽ നിന്നിറങ്ങി തിരിച്ചു നടന്ന് വെറൈറ്റി ഷോപ്പിൻ്റെ മുന്നിലെത്തി നിന്നിട്ട് അയാൾ മുകുന്ദനെ വിളിച്ചു. സാർ എവിടെയാണ്? കോൾ എടുത്ത് മുകുന്ദൻ ചോദിച്ചു. ഷോപ്പിൻ്റെ വെളിയിലുണ്ട്, രവീന്ദ്രൻ പറഞ്ഞു. സാർ അവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ഉടൻ വരാം. സാർ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? കറുത്ത ഷർട്ടും നീല ജീൻസും. ഞാൻ കണ്ടുപിടിച്ചോളാം. ട്രാഫിക്കെ നോക്കി രവീന്ദ്രൻ അവിടെ കാത്തു നിന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താടി വളർത്തിയ വെളുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഷോപ്പിൽ നിന്നിറങ്ങി വന്നു. വെള്ള പാൻസും ഷർട്ടുമായിരുന്നു വേഷം. രവീന്ദ്രനെ കണ്ട് അയാൾ അടുത്തേക്ക് ചെന്നു. രവീന്ദ്രൻ സാറല്ലേ? അതെ, ഞാൻ മുകുന്ദൻ. മുകുന്ദ, ഞാൻ വിവരമറിഞ്ഞ ഉടൻ തന്നെ ഓടി വന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? സംഗതി അത്രയ്ക്ക് ഗൗരവമുള്ളതാണ്, രവീന്ദ്രൻ പറഞ്ഞു. മനസ്സിലായി സാറേ. സാറിൻ്റെ ആരാ ഈ കുട്ടി? എൻ്റെ അനിയത്തിയാണ്. 1 മാസത്തിലേറെയായി ഈ കുട്ടി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഇതിനിടെ 3-4 തവണ വന്നു കാണും. അടുത്ത തവണ വരുമ്പോൾ മുകുന്ദൻ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. എന്നിട്ട് അവളെ പരിചയപ്പെട്ട് സംസാരിക്കണം. എവിടാണ് താമസമെന്ന് ഒരു സംശയം തോന്നാത്ത വിധം ചോദിക്കണം. പോലീസ് വരുന്നതുവരെ പിടിച്ചു നിർത്തണം, രവീന്ദ്രൻ പറഞ്ഞു. അത് ഞാൻ ചെയ്യാം, മുകുന്ദൻ ഏറ്റു. രവീന്ദ്രൻ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് തുറന്നു. അതിൽ നിന്ന് 1000-ൻ്റെ ഒരു നോട്ട് എടുത്ത് മുകുന്ദൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. അവളെ കണ്ടുപിടിക്കാൻ സഹായിച്ചാൽ ഞാൻ മുകുന്ദന് 5000 രൂപ തരും. ചെയ്യുന്ന ജോലിക്ക് ഒരു ചെറിയ പ്രതിഫലം. സാറിപ്പോൾ ഒന്നും തന്നില്ലെങ്കിലും ഞാനത് ചെയ്യും. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചൊന്നുമല്ല സാറേ ഞാൻ സാറിനെ വിളിച്ച് വിവരം അറിയിച്ചത്, അയാൾ പറഞ്ഞു. അത് മുകുന്ദൻ്റെ നല്ല മനസ്സ്. പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ. സാർ ധൈര്യമായിട്ട് പൊക്കോ. നാളെ ആ കുട്ടി വന്നാൽ നാളെ തന്നെ സാറിന് അവളെ കൊണ്ടുപോകാൻ പറ്റും. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരു അളിയനുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, മുകുന്ദൻ പറഞ്ഞു. ശരി മുകുന്ദ. അയാളുടെ കൈ പിടിച്ച് കുലുക്കിയിട്ട് രവീന്ദ്രൻ ചെന്ന് കാറിൽ കയറി. ഉടൻ വീണയെ കിട്ടും എന്ന് തന്നെ അയാൾ പ്രതീക്ഷിച്ചു. കിട്ടിയാൽ കുറച്ച് പണം കൂടി മുകുന്ദന് കൊടുക്കണമെന്നും അയാൾ തീരുമാനിച്ചു. സന്തോഷത്തോടെ അയാൾ ഹരിപ്പാട്ടേക്ക് തിരിച്ചുപോയി. കണ്ണുകളടച്ച് വെറുതെ കിടക്കുമ്പോഴാണ് ആരോ കോണിപ്പടി കയറി വരുന്ന ശബ്ദം ശ്രീരാജ് കേട്ടത്. പഴയ മാളിക വീടായതുകൊണ്ട് തടി കോവണിയാണ്. ശബ്ദം കേട്ടപ്പോൾ വരുന്നത് പ്രിയേട്ടത്തിയാണെന്ന് അവന് മനസ്സിലായി. സന്ദീപേട്ടൻ കയറി വരുമ്പോൾ കനത്ത ശബ്ദമാണ്. ഭക്ഷണം തരാൻ മാത്രമാണ് പ്രിയേട്ടത്തി വരാറുള്ളത്. ശ്രീരാജ് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. പുറത്തു നിന്ന് പൂട്ടിയ വാതിലിൻ്റെ ഓടാമ്പൽ നീക്കുന്ന ശബ്ദം അപ്പോൾ അവൻ കേട്ടു. വലത് കൈയിലെ പ്ലേറ്റിൽ 3 ചൂട് ദോശയും തേങ്ങാ ചട്നിയും ഉണ്ടായിരുന്നു. ഇടത് കൈയിലെ സ്റ്റീൽ ഗ്ലാസ് നിറയെ ചായയും. നീ പല്ലു തേച്ചോ ശ്രീ? അവൾ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. മുകളിൽ തന്നെ കുളിമുറിയുണ്ട്. ടൂത്ത് ബ്രഷും പേസ്റ്റും എണ്ണയും സോപ്പും തോർത്തും കൊണ്ടുവച്ചിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകി ഉണക്കി കൊണ്ടുചെന്ന് കൊടുക്കാറുണ്ട്. പ്രിയേട്ടതിയോട് ഞാൻ എന്തിനാ പിണങ്ങുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അവൾ സഹതാപത്തോടെ ചോദിച്ചു. അവൻ മുഖമുയർത്തി പ്രിയയെ നോക്കി. സെറ്റും മുണ്ടും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. നെറ്റിയിൽ ചാന്ത് മീതെ ചന്ദനക്കുറിയുണ്ടായിരുന്നു. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് പ്രാതലുണ്ടാക്കിയതെന്ന് സ്പഷ്ടം. പ്രിയേട്ടത്തിയോട് ഒരിക്കലും പിണങ്ങാൻ പറ്റുകയില്ല അവന്. അമ്മയേക്കാൾ സ്നേഹത്തോടെ പെരുമാറുന്നവളാണ് പ്രിയേട്ടത്തി. ഭക്ഷണം തരുന്നു, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു, സഹതാപത്തോടെ സംസാരിക്കുന്നു. സന്ദീപേട്ടൻ്റെ വീട്ടിൽ താമസമാക്കിയ ശേഷം ഒരു തവണ പോലും അമ്മ അവനെ കാണാൻ വന്നിട്ടില്ല. ഒരുപക്ഷെ അച്ഛനെ പേടിച്ചായിരിക്കാമെന്ന് ആശ്വസിക്കുകയാണ് അവൻ. എനിക്ക് പ്രിയേട്ടത്തിയോട് പിണക്കമൊന്നുമില്ല, അവൻ പറഞ്ഞു. എന്തിനാ നിന്നെ ഇങ്ങനെ ജയിലിൽ ഇട്ടേക്കുന്നതെന്ന് സന്ദീപേട്ടനോട് ഞാൻ ചോദിക്കാറുണ്ട്. നിന്റെ നന്മയ്ക്കാണെന്നാ സന്ദീപേട്ടൻ പറയുന്നത്. പക്ഷേ സത്യം അതല്ല, രാമചന്ദ്രമാമ പറഞ്ഞിട്ടാ, അവൾ പറഞ്ഞു. എനിക്ക് ഹണിയോടൊന്ന് സംസാരിക്കണം, ഒറ്റ തവണ മതി. അതിന് പ്രിയേട്ടത്തി അവസരമുണ്ടാക്കി തരണം, എങ്ങനെയെങ്കിലും, അവൻ അപേക്ഷിച്ചു.
അതെങ്ങനെയാ ശ്രീ പറ്റുന്നത്? എനിക്ക് മൊബൈലില്ലെന്ന് നിനക്കറിയില്ലേ? ഇവിടെ ആണെങ്കിൽ ലാൻഡ് ഫോണും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ സന്ദീപേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിനക്ക് അവളെ വന്ന് വിളിക്കാമായിരുന്നു. അവൻ നിരാശയോടെ തലകുനിച്ചിരുന്നു. ആരുമില്ലാത്ത നേരത്ത് നിന്നെ രക്ഷപ്പെടുത്തിയാലോ എന്ന് പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സന്ദീപേട്ടൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. എന്നെ തല്ലിച്ചതയ്ക്കും. തന്നെയുമല്ല, എവിടെ പോയാലും നിന്നെ പിടികൂടുകയും ചെയ്യും. അവൾ സങ്കടത്തോടെ പറഞ്ഞു. അവൾക്കിപ്പോൾ എന്നോട് വെറുപ്പായിരിക്കും. അതൊന്നു മാറ്റിയാൽ മാത്രം മതിയായിരുന്നു എനിക്ക്. അല്പനേരം ആലോചിച്ച് പ്രിയ നിന്നു. ഒരു വഴിയുണ്ട് ശ്രീ, അവൻ പറഞ്ഞു. എന്താണ്? നീ ഒരു കത്തെഴുതി എനിക്ക് താ. ഞാനത് പുറത്തു പോകുമ്പോൾ പോസ്റ്റ് ചെയ്യാം. അഡ്രസ്സ് അറിയാമല്ലോ. ഫ്ലാറ്റിലെ അഡ്രസ്സ് അറിയാം. സന്ദീപേട്ടൻ വെളിയിൽ പോകുമ്പോൾ കടലാസും പേനയും കൊണ്ടുവന്ന് തരാം ഞാൻ. ശ്രീരാജന് ഉത്സാഹമായി. അത് മതി എഴുതി, നീ കഴിക്ക്. സന്ദീപേട്ടൻ ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്നു കാണും. ചായ കൊടുക്കണം. പ്രിയ മുറിയിൽ നിന്നിറങ്ങി വാതിലടച്ച് വീണ്ടും ഓടാമ്പലിട്ടു. അവൾ താഴെ ചെന്നപ്പോൾ സന്ദീപ് കുളി കഴിഞ്ഞ് വേഷം മാറി വന്നിരുന്നു. അവന് കഴിക്കാൻ കൊടുത്തോ? അയാൾ തിരക്കി. അയാൾ ചായ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാമചന്ദ്ര മേനോൻ്റെ വിളി വന്നത്. ചെറിയച്ചാ. മൊബൈൽ എടുത്ത് നോക്കിയിട്ട് പ്രിയ പറഞ്ഞു. ഇങ്ങ് തന്നേ. അവൾ മൊബൈൽ സന്ദീപിന് കൊടുത്തു. എന്താ ചെറിയച്ചാ, വീട്ടിലാണോ നീ? മേനോൻ ചോദിച്ചു. അതെ. കുന്നമംഗലത്തെ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് നീ അത് അന്വേഷിച്ചോ? പിന്നില്ലേ, ഞാനങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ചെറിയച്ചൻ വീട്ടിലുണ്ടാവില്ലേ? എനിക്ക് പാലക്കാടൊന്ന് പോകണം. നീ ഉടനെ വരില്ലേ? 10 മിനിറ്റ്. അയാൾ കോൾ കട്ട് ചെയ്തു. നമ്മുടെ ചെർപ്പുളശ്ശേരിയിലെ ഗോപാലേട്ടനെ നിനക്ക് ഓർമ്മയില്ലേ പ്രിയേ? അദ്ദേഹത്തിന് 2 മക്കളാ. മൂത്തവൾ സുനന്ദ ഒറ്റപ്പാലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറാ. ഇളയവൾ +2 കഴിഞ്ഞ് TTCക്ക് പഠിക്കുവാണ്. സുപ്രിയ. സുനന്ദയെ കല്യാണം കഴിച്ചേക്കുന്നത് കൊല്ലങ്കോട്ടുള്ള മധുസൂദനാ. എഞ്ചിനീയറാ അവൻ. ഇളയവൾക്കും ഒരു എഞ്ചിനീയറെ വേണമെന്ന ഗോപാലേട്ടൻ്റെ ആഗ്രഹം. സന്ദീപ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പ്രിയയ്ക്ക് പെട്ടെന്ന് പിടികിട്ടി. നമ്മുടെ ശ്രീരാജിൻ്റെ കാര്യം ആരോ ഗോപാലേട്ടനോട് പറഞ്ഞു. കൊച്ചിയിൽ അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നാ അദ്ദേഹം അറിഞ്ഞത്. ആലോചനയും വന്നു. അതൊന്ന് അന്വേഷിക്കണമെന്ന് ചെറിയച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്വേഷിച്ചോ? നല്ല കുട്ടി, കാണാൻ സുന്ദരി. അവന് നല്ല ചേർച്ചയായിരിക്കുമെന്ന് അമ്പാടിയിലെ ഗോപിയും സുമതിയും കൂടി ചെന്ന് കണ്ടിട്ട് വന്ന് പറഞ്ഞത്. അയാൾ ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് കൈ കഴുകി. സന്ദീപേട്ടൻ ഒരു കാര്യം ഓർക്കണം. പെണ്ണ് ശപിച്ചാൽ ഒരാൾക്ക് മാത്രമല്ല, തറവാടിന് മുഴുവനായിട്ട് അതിൻ്റെ ദോഷം കിട്ടുന്നേ. പ്രിയ പറഞ്ഞു. സന്ദീപിന് മനസ്സിലായില്ല. സ്ത്രീയുടെ പെണ്ണിൻ്റെ ശാപം പിടിച്ചു പറ്റാൻ സന്ദീപേട്ടനും കൂട്ടു നിൽക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അയാൾ ഒന്ന് പകച്ചു. ഒഴിഞ്ഞ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പ്രിയ പോയി. എടീ, അയാൾ കോപത്തോടെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഷർട്ടെടുത്തിട്ട് സന്ദീപ് അപ്പോൾ തന്നെ ശ്രീരാജൻ്റെ വീട്ടിലേക്ക് ചെന്നു. യാത്ര പുറപ്പെടാൻ തയ്യാറായി. രാമചന്ദ്ര മേനോൻ വേഷം ധരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് മുറ്റത്ത് വെച്ചിട്ട് സന്ദീപ് പടി കയറി പൂമുഖത്തേക്ക് ചെന്നു. സുപ്രിയ നല്ല കുട്ടിയെ ചെറിയച്ച, അവന് ചേരും. എല്ലാം കൊണ്ട് നമുക്ക് യോജിച്ച ബന്ധമാ. മുന്നോട്ട് പോകാം, അയാൾ പറഞ്ഞു. മീനുവിൻ്റെ മുഖം ഏറെ പ്രസന്നമായി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മേനുവിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. നമ്പർ കണ്ടപ്പോൾ അയാൾക്ക് സംശയമായി. ഇതൊന്ന് നോക്കിയേ സന്ദീപേ, ഇങ്ങനൊരു നമ്പർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ. സന്ദീപ് മൊബൈൽ വാങ്ങി നോക്കി. അപ്പോഴും ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ചെറിയച്ച, ഇതൊരു ഫോറിൻ കോളാണ്. ഗൾഫല്ല, വേറൊരു രാജ്യമാണ്, സന്ദീപ് പറഞ്ഞു. ഇത് നമ്മുടെ കാശടിക്കാനുള്ള വിളിയാണോടാ? പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ, വിദേശത്ത് നിന്ന് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അപഹരിക്കാൻ വേണ്ടി. ഇതതാണെന്ന് തോന്നുന്നില്ല. എന്തായാലും എടുത്തു നോക്കാം. അപ്പോഴേക്ക് ബെല്ലടിച്ച് നിന്നു. കള്ളന്മാർ വല്ലവരുമായിരിക്കുമോടാ? ഒന്നാമതേ കഷ്ടകാലമാണ്, ഇനി കൂടുതൽ വലിച്ച് തലയിൽ കയറ്റണോ? രാമചന്ദ്ര മേനോൻ തടഞ്ഞെങ്കിലും സന്ദീപിന് അങ്ങനെയല്ല തോന്നിയത്. പെട്ടെന്ന് അതേ നമ്പറിൽ നിന്ന് വീണ്ടും വിളി വന്നു. ഉടൻ തന്നെ അയാൾ കോൾ എടുത്തു. ഹലോ, ഇത് മിസ്റ്റർ രാമചന്ദ്ര മേനോൻ്റെ നമ്പറാണോ? വ്യക്തമായ മലയാളത്തിൽ ഒരു ചോദ്യം വന്നു. ഞാൻ ഹണിയുടെ ചാച്ചനാണ്. ഈപ്പൻ എന്നാണ് പേര്. ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത്. സന്ദീപിന് പെട്ടെന്ന് ആളിനെ പിടികിട്ടി. ഞാൻ ബന്ധുവാ. ചെറിയച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. മൊബൈൽ പൊത്തിപ്പിടിച്ചിട്ട് രഹസ്യഭാവത്തിൽ അയാൾ മേനോനെ നോക്കി. അവളുടെ തന്തയാ, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയാണ്. സന്ദീപ് മൊബൈൽ വേഗം മേനോന് കൈമാറി. ഹലോ, മേനോൻ ഗൗരവസ്വരത്തിൽ ഫോണിലേക്ക് പറഞ്ഞു. ശ്രീരാജിൻ്റെ അച്ഛനല്ലേ? അതെ.
ഞാൻ ഹണിയുടെ ഫാദറാണ്. അവളൊരു അബദ്ധം കാണിച്ചു. അവൾക്ക് വേണ്ടി മാപ്പ് പറയാനാ ഞാനിപ്പോൾ വിളിച്ചേ. മേനോന് ആശ്ചര്യമായി. ഇങ്ങനെയൊരു സംസാരമല്ലായിരുന്നു അയാൾ പ്രതീക്ഷിച്ചത്. കുട്ടികളെ പഠിക്കാൻ വിട്ടാൽ അവർ പഠിക്കണം, അല്ലാതെ കുടുംബത്തിൽ പിറന്ന ആൺപിള്ളേരെ വലവീശി പിടിക്കുകയല്ല വേണ്ടത്. എങ്കിലും മേനോന് കലി കയറി. ആരാരുടെ പിന്നാലെ നടന്നു എന്നുള്ളത് ചർച്ച ചെയ്യാനല്ല ഞാനിപ്പോൾ വിളിച്ചത്. നിങ്ങളുടെ മോൻ ഇനി എൻ്റെ മോളുടെ പിന്നാലെ മണം പിടിച്ചു വന്നാൽ വെട്ടിയരിയും ആ പട്ടിയെ. മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാത്ത ഒരു നാറിയുടെ മകനെയാണല്ലോ എൻ്റെ മോൾ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. എടോ, പോക്രിത്തരം പറഞ്ഞാൽ തൻ്റെ നാവു ഞാൻ പിഴുതെടുക്കും. കോപത്തോടെ മേനോൻ ശബ്ദമുയർത്തി. സന്ദീപിനൊന്നും മനസ്സിലായില്ല. ഞാൻ എൻ്റെ മോളുടെ കെട്ടുറപ്പിച്ചു. എൻ്റെ ബന്ധു തന്നെയാണ് പയ്യൻ. തൻ്റെ മോൻ എൻ്റെ വീടിൻ്റെ പരിസരത്തേക്കെങ്ങും പഴയ ബന്ധം പറഞ്ഞു വന്നാൽ വെച്ചേക്കത്തില്ല ഞാൻ അവനെ. തിരിച്ച് മേനോന് എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കാതെ ഈ പച്ചൻ കോൾ കട്ട് ചെയ്തു. എന്താ ചെറിയച്ച അയാൾ പറഞ്ഞത്? മേനോന്റെ വിളറിയ മുഖം കണ്ട് സന്ദീപ് ചോദിച്ചു. എന്നെ നാണം കെടുത്താൻ വേണ്ടി ജനിച്ച സന്തതിയെ അവൻ. ഒരു കാരണവശാലും അവനെ വെളിയിലേക്ക് വിടരുത്. ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടാലും വേണ്ടില്ല. മേനോൻ കുടയും എടുത്ത് ദേഷ്യത്തോടെ ചാടിയിറങ്ങി പുറത്തേക്ക് പോയി. എല്ലാം കേട്ടുകൊണ്ട് പത്മകുമാരി വാതിലിന് പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സന്ദീപേ ഉണ്ടായേ? ഒന്നും മനസ്സിലാകാതെ അവർ ചോദിച്ചു. എനിക്കറിയില്ല ചെറിയമ്മേ, അയാൾ കൈമലർത്തി. രാവിലെ ഉണർന്നിട്ടും എഴുന്നേൽക്കാൻ മടിച്ചു കിടന്നു വിൽസൺ. ഓരോന്ന് ചിന്തിച്ചു കിടന്ന് രാത്രി വൈകിയാണ് ഉറങ്ങിയത്. കാണാനില്ല എന്ന പരസ്യത്തിൽ വന്ന ഫോട്ടോ ഹണിയുടെയും പേര് വീണയുടെയും. അതെങ്ങനെ സംഭവിച്ചു എന്ന കുരുക്ക് സ്വയം അഴിച്ചെടുക്കാനായിരുന്നു അയാളുടെ ശ്രമം. മണി 7. ഇനി എപ്പോൾ വേണമെങ്കിലും ബെഡ് കോഫിയും കൊണ്ട് ഹണി കയറി വരും. പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു. അയാൾ കൈ നീട്ടി അതെടുത്തു. മാധുരിയാണ് വിളിക്കുന്നത്. ഇത്ര നേരത്തെ? എന്താ മധു? അയാൾ കോൾ എടുത്തു. വിൽസ്, നീ ഇന്നത്തെ പത്രം കണ്ടോ? വേവലാതി ഉണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ. കാണാനില്ല എന്നൊരു പരസ്യം വന്നിട്ടുണ്ട്. ഹണിയുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. പേര് വീണയെന്നും. എന്താ ഇത്? നീ വേഗം പത്രം എടുത്ത് നോക്ക്, അവൾ ആവശ്യപ്പെട്ടു. ഇന്നത്തെ പത്രത്തിലാണോ പരസ്യം വന്നത്? അതെ, ഇവിടുത്തെ പത്രത്തിൽ ഇന്നലെ ആ പരസ്യമുണ്ടായിരുന്നു. എന്നിട്ട് ഹണിയോട് നീ ഇക്കാര്യം ചോദിച്ചോ? ഇല്ല മധു, പത്രവും കാണിച്ചില്ല. ഞാൻ വീണയോട് സംസാരിച്ചു. അവളുടെ വീട്ടിലുണ്ട്. ഹണിക്ക് സംശയമുണ്ടാകാതെ അവളോടും സംസാരിച്ചു. ഇതൊരു വ്യാജ പരസ്യമാണെന്ന് എനിക്കപ്പോൾ തോന്നി, അയാൾ പറഞ്ഞു. നിനക്ക് പരസ്യത്തിൽ കണ്ട നമ്പറിൽ വിളിച്ചു നോക്കാൻ വയ്യായിരുന്നോ? മാധുരി ചോദിച്ചു. 2 വട്ടം വിളിച്ചു. ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് 2 തവണയും പറഞ്ഞത്. അതോടെ എൻ്റെ സംശയം ബലത്തു. ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പോവുക നീ? ഈ പരസ്യം ആരാണ് കൊടുത്തതെന്ന് അറിയണം, അയാൾ പറഞ്ഞു. എങ്ങനെ? പത്രമാപ്പീസുമായി ബന്ധപ്പെട്ടാൽ മതിയല്ലോ. ഞാനപ്പോൾ ബിസിയാ വിൽസ്. എന്തെങ്കിലും വിവരം അറിയാൻ കഴിഞ്ഞാൽ വിളിക്കണം. ഈ പരസ്യം കണ്ടതു മുതൽ മനസ്സിന് എന്തോ ഒരു. പേടിക്കണ്ട മധു, എന്താണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാം. അവൾ കോൾ കട്ട് ചെയ്തു. വിൽസൺ എഴുന്നേറ്റ് പല്ല് ബ്രഷ് ചെയ്തിട്ട് വന്നപ്പോൾ വീണ അയാൾക്ക് കാപ്പി കൊടുത്തു. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് മോർണിംഗ് വാക്ക് പറ്റില്ല അല്ലേ അങ്കിൾ? അവൾ ചോദിച്ചു. ഇല്ല, യോഗ ചെയ്താലും മതി, അവൾ പറഞ്ഞു. അതും പഠിക്കാതെ പറ്റില്ലല്ലോ ഹണി. യോഗയുടെ ബുക്ക് മേടിക്കാൻ കിട്ടും. അത് നോക്കി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. TV-യിൽ ഏതോ ഒരു ചാനലിൽ യോഗ പഠിപ്പിക്കുന്നുണ്ട്. നോക്കാം. അവൾ കിച്ചണിലേക്ക് പോയപ്പോൾ അയാൾ കാപ്പിയുമായി സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അന്നത്തെ പത്രം വന്ന് കിടപ്പുണ്ടായിരുന്നു അവിടെ. പത്രം അരിച്ചു പെറുക്കി നോക്കിയെങ്കിലും പുതിയ പരസ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ എഡിറ്റോറിയൽ പേജിൻ്റെ ചുവട്ടിൽ നിന്ന് പത്രത്തിൻ്റെ ഫോൺ നമ്പർ കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം മുറിയിൽ ചെന്ന് വാതിലടച്ച ശേഷം വിൽസൺ പത്രം ഓഫീസിലേക്ക് വിളിച്ചു. സർ, ഇന്നലത്തെ പത്രത്തിൽ 7ാമത്തെ പേജിൽ വീണ എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു പരസ്യം വന്നിരുന്നല്ലോ. അത് കൊടുത്ത ആളിൻ്റെ പേരോ അഡ്രസ്സോ കിട്ടിയാൽ ഉപകാരമായിരുന്നു. മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് കണക്ഷൻ കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു. പരസ്യത്തിലെ നമ്പറിൽ വിളിച്ചു നോക്കിയാൽ മതിയല്ലോ. കോൾ എടുത്ത ആൾ പറഞ്ഞു. വിളിച്ചു നോക്കി, പക്ഷേ കോൾ കിട്ടുന്നില്ല. ഒന്ന് ഹോൾഡ് ചെയ്യൂ. മൊബൈൽ ചെവിയിൽ അമർത്തി വിൽസൺ ഇരുന്നു. അത് ഞങ്ങളുടെ ആലപ്പുഴ എഡിഷനിൽ രവീന്ദ്രൻ എന്ന ആൾ കൊടുത്ത പരസ്യമാണ്. ഒടുവിൽ മറുപടി കിട്ടി. അയാളുടെ സ്ഥലം എവിടെയാണ്? രവീന്ദ്ര ഭവനം
നിയർ ബദനി സ്കൂൾ, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട്, ആലപ്പുഴ ജില്ല. താങ്ക് യു സർ. രവീന്ദ്രൻ, ഹരിപ്പാട്. എവിടെയോ കേട്ടിട്ടുള്ളതുപോലെ അയാൾക്ക് തോന്നി. രണ്ടും എന്നോ പരിചയപ്പെട്ടിട്ടുള്ളതുപോലെ. ഡബിൾ സിമ്മുള്ള മൊബൈലായിരുന്നു വിൽസൻ്റേത്. അപൂർവമായി ഉപയോഗിക്കാറുള്ള രണ്ടാമത്തെ സിമ്മിൽ നിന്ന് അയാൾ പരസ്യത്തിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഇത്തവണ ബെല്ലടിച്ചു. ഹലോ. ഒരു പുരുഷ ശബ്ദം കോൾ എടുത്തു. പത്രത്തിൽ കാണാനില്ല എന്ന പരസ്യം കൊടുത്ത ആളാണോ? വീണ എന്നു പേരുള്ള ഒരു കുട്ടിയെ? വിൽസൺ ചോദിച്ചു. അതെ. ആരാ വിളിക്കുന്നേ? എവിടുന്നാ? തിടുക്കത്തിൽ ചോദ്യങ്ങൾ വന്നു. പറയാനുള്ള മറുപടി ആലോചിച്ച് വിൽസൺ ഒരു നിമിഷം ഇരുന്നു. അടുത്ത ഭാഗം നാളെ.